ബ്രൂണയിലെ സുൽത്താൻ ഹസൻ അൽ ബോൽക്കിയുടെ ആഡംബര ജീവിതം ലോകത്തെ തന്നെ അമ്പരപ്പിക്കുന്നതാണ്. 1967 മുതൽ ബ്രൂണയിലെ സുൽത്താനായ അദ്ദേഹം തന്നെയാണ് ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. ആഡംബര കാറുകളോട് ഭ്രാന്തമായ ഒരു പ്രണയമാണ് ഈ സുൽത്താനുള്ളത്. കാറുകൾ വാങ്ങിക്കൂട്ടുകയാണ് അദ്ദേഹത്തിന്റെ പ്രധാന ഹോബി. ഇതുവരെ 7000-ലധികം കാറുകൾ വാങ്ങിയ സുൽത്താൻ ഇപ്പോഴും എല്ലാ മാസവും പുതിയ കാറുകൾ വാങ്ങിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്വന്തമായി 7000 കാറുകൾ, സ്വർണം കൊണ്ടുള്ള ക്ലോസറ്റുകൾ, സ്വർണം പൂശിയ വിമാനം, 1700 മുറികളുള്ള സ്വർണം പൂശിയ കൊട്ടാരം, ഇതൊക്കെയാണ് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ളത്. ഓരോ സെക്കൻഡിലും $100 സമ്പാദിക്കുന്ന ഈ സുൽത്താന്റെ ജീവിതം ആരെയും അമ്പരപ്പിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ കാർ കളക്ഷൻ ഇല്ലാത്ത കാറുകൾ ചുരുക്കമാണ്. ആഡംബര കാറുകൾ, വിന്റേജ് കാറുകൾ, മോഡിഫൈഡ് കാറുകൾ, സ്പെഷ്യൽ എഡിഷൻ കാറുകൾ തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തിന്റെ കാർ ഗാരേജിലുണ്ട്. കൂടാതെ 24 കാരറ്റ് സ്വർണം പൂശിയ കാറുകൾ, സുൽത്താന് വേണ്ടി മാത്രം നിർമ്മിച്ച കാറുകൾ തുടങ്ങിയവയും അദ്ദേഹത്തിന്റെ കാർ ശേഖരത്തിലുണ്ട്. ഫെരാരികൾ, ലംബോർഗിനികൾ, റോൾസ് റോയ്സുകൾ, മെഴ്സിഡസ് എന്നിങ്ങനെ ആഡംബര ബ്രാൻഡുകൾ എല്ലാം തന്നെ വാങ്ങി സൂക്ഷിക്കാൻ സുൽത്താൻ പ്രത്യേക താല്പര്യം കാണിക്കുന്നുമുണ്ട്. 604 റോൾസ് റോയ്സ് കാറുകളുള്ള സുൽത്താൻ ലോകത്തിലെ ഏറ്റവും കൂടുതൽ റോൾസ് റോയ്സ് കാറുകളുടെ ഉടമയെന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പക്കലുള്ള 24 കാരറ്റ് സ്വർണം പൂശിയ റോൾസ് റോയ്സ് കാർ ലോകത്തിലെ ഏറ്റവും വിലയേറിയ കാറുകളിലൊന്നാണ്. ഇത് കൂടാതെ 574 മെഴ്സിഡസ് കാറുകളും, 452 ഫെരാരികളും, 382 ബെൻലികളും, 209 BMW-കളും, 172 ജാഗ്വറുകളും അദ്ദേഹത്തിനുണ്ട്. അത് കൂടാതെ 21 ലംബോർഗിനികളും 11 ഓസ്റ്റൺ മാർട്ടിൻ കാറുകളും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ഈ കാറുകളെ പരിചരിക്കുന്നതിനായി ദശലക്ഷക്കണക്കിന് ഡോളറാണ് എല്ലാ മാസവും സുൽത്താൻ ചെലവാക്കുന്നത്. വിദഗ്ധരായ നിരവധി കാർ മെക്കാനിക്കുകളെയാണ് അദ്ദേഹം ഈ ജോലിക്കായി നിയമിച്ചിരിക്കുന്നത്. സുൽത്താന് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട ഫെരാരികളും ലംബോർഗിനികളും റോൾസ് റോയ്സുകളും എല്ലാം ഉണ്ട്. ഇവയെക്കുറിച്ച് യാതൊന്നും പുറത്തുവിടരുതെന്ന് കാർ കമ്പനികൾക്ക് അദ്ദേഹം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പറയുന്നു. 1929 എണ്ണ ഖനനം തുടങ്ങിയതോടെയാണ് ബ്രൂണൈ ലോകത്തെ ഒരു സാമ്പത്തിക ശക്തിയായി മാറുന്നത്. 1984 ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയതോടെ ബ്രൂണൈ ലോകത്തെ ഏറ്റവും നല്ല ജീവിത നിലവാരമുള്ള രാജ്യങ്ങളിൽ ഒന്നായി മാറി. 4.7 ലക്ഷം ജനങ്ങൾ മാത്രം വസിക്കുന്ന ഈ രാജ്യത്ത് പൗരന്മാരാരും നികുതി കൊടുക്കേണ്ട കാര്യമില്ല. സ്വന്തമായി വീടില്ലാത്തവർക്ക് വീടും സ്ഥലമില്ലാത്തവർക്ക് സ്ഥലവും സർക്കാർ നൽകും. കൂടാതെ വിവിധ പെൻഷൻ പദ്ധതികളുമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ രാജകീയ വസതികളിലൊന്നിലാണ് അദ്ദേഹം താമസിക്കുന്നത്. 1700 പരം റൂമുകളുള്ള ഇസ്താന നൂറുൽ ഇമാൻ എന്ന കൊട്ടാരത്തിന്റെ മൊത്തം വിസ്തീർണം 21 ലക്ഷം സ്ക്വയർ ഫീറ്റാണ്. കട്ടിലും കസേരയും മുതൽ കക്കൂസിന്റെ ക്ലോസറ്റ് വരെ സ്വർണം പൂശിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു കുടുംബത്തിനായി താമസിക്കാൻ വേണ്ടി നിർമ്മിച്ച വീടുകളിൽ ലോകത്തിലെ ഏറ്റവും വലിയ വീടാണത്. 48 ഏക്കർ സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിനെല്ലാം പുറമെ 30 ബംഗാൾ കടുവകളും വിവിധ ഇനം പക്ഷികളുമുള്ള ഒരു സ്വകാര്യ മൃഗശാലയും അദ്ദേഹത്തിനുണ്ട്. 3 ഭാര്യമാരിലായി 12 മക്കളാണ് സുൽത്താനുള്ളത്. $220 മില്യൺ വിലയുള്ള സ്വകാര്യ ജംബോ ജെറ്റ് വിമാനവും ഈ സുൽത്താനുണ്ട്. ഒരു സെക്കൻഡിൽ $100 സുൽത്താൻ സമ്പാദിക്കുന്നതെന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ദിവസം ചിലവാക്കുന്ന തുക ഇതുവരെ പുറത്തു പറഞ്ഞിട്ടില്ല. എങ്കിലും സുൽത്താന്റെ സഹോദരൻ ദിവസം തോറും $47,000 ചിലവാക്കുന്നതായി വാർത്തകളുണ്ട്. എലിസബത്ത് രാജ്ഞി കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രണ്ടാമത്തെ രാജാവും ഹസൻ അൽ ബോൾക്കിയാണ്. ഇങ്ങനെ ഞെട്ടിക്കുന്ന സമ്പത്തും കാറുകളും കൊട്ടാരങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും കണക്കുകൾ പ്രകാരം ഇദ്ദേഹത്തെക്കാൾ 3 ഇരട്ടി സമ്പന്നനാണ് ഇന്ത്യൻ ബിസിനസ്സുകാരനായ മുകേഷ് അംബാനി.